തീർച്ചയായിട്ടും ജമീഷെ, ഇത് ബാഹ്യസമ്മർദ്ദം തന്നെ ഇതിനകത്തൊരു വലിയ ഘടകമാണ്. ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ഡിസംബറിൽ വളരെ കൃത്യമായി ഇത് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അത് ബന്ദികളെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ചാണ്, സീസ് ഫയർ കൊണ്ടുവരുന്നത് സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിലുണ്ട്. പിന്നെ നല്ല രീതിയിൽ നെഗോസിയേഷൻസ് നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ പെട്ടെന്നുണ്ടായ ഒരു സീസ് ഫയറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാറോ അല്ല. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് വളരെ ശക്തമായ നിലയിൽ ഇത് നടക്കുന്നുണ്ട്. അമേരിക്ക പുറകിലുണ്ട്, ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇടയ്ക്ക് ഖത്തർ പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞാണ്, പക്ഷേ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു വലിയ ശ്രമവും വലിയ ബാഹ്യ സമ്മർദ്ദവും ഇസ്രായേലിൻ്റെ മുകളിലുമുണ്ട്. ഹമാസിനെ സംബന്ധിച്ചും ഹമാസിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് മറ്റ് നിവർത്തിയില്ലാതെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു സീസ് ഫയർ ഉണ്ടായേ പറ്റുള്ളൂ. ആ ഒരു നിലയിൽ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഞാനിതിനെ ഒരു പൂർണ്ണമായ യുദ്ധമില്ലാതാകുന്ന ഒരവസ്ഥയായിട്ട് ഞാൻ കാണുന്നില്ല. ഞാനിത് യഥാർത്ഥത്തിൽ യുദ്ധത്തെ ഫ്രീസ് ചെയ്ത ഒരവസ്ഥ, അതിനെ മരവിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. കാതലായ പ്രശ്നങ്ങൾ കാര്യമായിട്ട് പരിഹരിക്കപ്പെടുന്നില്ല ഇതിനകത്ത്. അത് അവിടുത്തെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്രായേലിലും ഈ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ച ആൾക്കാരുണ്ട്. നിരവധി ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ ഒക്ടോബർ 7 ആക്രമണത്തിൽ വലിയ തോതിൽ അവർക്കൊരു വലിയ മാനസിക ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു സാധാരണ ജനങ്ങൾക്കിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾ ഒരിക്കലും ആക്രമിക്കപ്പെടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരത്തിൽ അതും വലിയ തോതിൽ നശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും പരിക്കുകളുണ്ട്, എല്ലായിടത്തും കാര്യമായ തോതിൽ മനുഷ്യന് വലിയ ജീവഹാനിയും. ഇപ്പോൾ ഗാസയുടെ കാര്യം തന്നെ പറഞ്ഞാൽ ആരോ എഴുതിയിരിക്കുന്നുണ്ട്, 69% കെട്ടിടങ്ങളും ഇല്ലാതായി കഴിഞ്ഞു. 1.4 ബില്യനോ മറ്റോ വേണം റബിള് നീക്കാൻ വേണ്ടി മാത്രം. മനുഷ്യൻ്റെ മരണം മാത്രമല്ല, ഒരു നഗരം തന്നെ തരിശായി മാറിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്കൊരു ആശങ്കയുള്ള ഒരു വിഷയം, ഇത് വളരെ സങ്കീർണമായ ഒരു കരാറാണ്. 3 ഘട്ടങ്ങളുണ്ട്. ഇതിലേത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ പ്രശ്നം വീണ്ടും എന്തെങ്കിലും തരത്തിൽ വലിയ തോതിൽ സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബന്ദികളെ ഈ 3 ഘട്ടത്തിലായിട്ടാണ് മോചിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബന്ദികളുടെ കാര്യത്തിൽ തർക്കം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഹമാസിൽ തന്നെ ആരെങ്കിലും വീണ്ടും പ്രകോപനപരമായിട്ട്, ഇന്നിപ്പോൾ ഹമാസിൻ്റെ ചീഫ് നെഗോഷിയേറ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത്ര സുഖകരമായ ഒരു അനുഭവം അല്ല തരുന്നത്. ഇതിപ്പോൾ ഒരു സീസ് ഫയർ ആയ ദിവസം തന്നെ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ജെറുസലേമിലേക്കാണ് ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിക്കും, ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള നിലയിലുള്ള ഒരു ഭീഷണി കലർന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റേതായിട്ട്. ചീഫ് നെഗോഷിയേറ്ററാണ്. അപ്പോൾ സുഖകരമായ ഒരു അന്തരീക്ഷത്തിലല്ല ഈ സീസ് ഫയർ. യുദ്ധത്തെ മരവിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് അവിടെ ഉണ്ടായ മനുഷ്യരുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതത്തിന് ഒരു അറുതി തൽക്കാലം വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സമാധാനമുണ്ട്. പക്ഷേ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ.